ഹായ്, ഡോക്ടർ ഗായത്രിയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് ഓരോ ഡിസീസുകൾക്കും പഥ്യങ്ങളുണ്ട്. ആചാര്യൻ അങ്ങനെ ഓരോ അസുഖങ്ങൾക്കും നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ സീസൺസിനും, അതായത് ഓരോ ഋതുക്കൾക്കും ഓരോ ചര്യകളുണ്ട്. ചര്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ സീസൺസിൽ നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആചാര്യൻ പറയുന്നുണ്ട്. അതാണ് ഋതുചര്യ എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് ആയുർവേദത്തിൽ 6 സീസൺസ് ആണ് പറയുന്നത്: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇതിൽ ഇനി വരാൻ പോകുന്ന ഒരു സീസൺ എന്ന് പറയുന്നതാണ് ഗ്രീഷ്മം. ഗ്രീഷ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന സമ്മർ സീസണാണ് ഗ്രീഷ്മകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുക, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുക, അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആചാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂടുകയും നമുക്ക് സീസണൽ ഡിസീസുകൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അസുഖങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനും ഈ ഒരു ചര്യകൾ പാലിക്കുന്നത് കൊണ്ട് നമുക്ക് പോസിബിളാണ്. സോ ഗ്രീഷ്മചര്യ എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ ഋതുവിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഗ്രീഷ്മ ഋതു? ഗ്രീഷ്മ ഋതുവിൽ സണ്ണിൻ്റെ റേസ് കൂടുതലായിരിക്കും, അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആകും. നമ്മുടെ പുറമേയുള്ള അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. നമ്മുടെ ബോഡിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോഡിക്കുള്ളിൽ പൊതുവേ ഒരു സ്ട്രെങ്ത് കുറവായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ സമ്മർ സീസണിൽ. സോ അങ്ങനത്തെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ എപ്പോഴും ലൈറ്റ് ആയിരിക്കണം. ഹെവി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ധാരാളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, അതായത് വാട്ടർമെലൺ, ബെറീസ്, മാംഗോ, പിന്നെ പറയുന്ന പോലെ ജാക്ക് ഫ്രൂട്ട് ഉൾപ്പെടുത്താം, പപ്പായ. മെയിനായിട്ട് ഇങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അവോയ്ഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സിൽ മെയിനായിട്ട് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. പുളിയുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓറഞ്ച്, ഗ്രേപ്സ്, അതുപോലെ മുസംബി, ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. സമ്മർ സീസണിൽ ഞാൻ പറഞ്ഞു പൊതുവെ ചൂടാണ് അല്ലേ. അപ്പോൾ ഹോട്ടായിട്ടുള്ള ചൂടായിട്ടുള്ള ആഹാരങ്ങൾ, ചൂടായിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ കഴിവതും ഒഴിവാക്കുക. തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ബോഡി എപ്പോഴും കൂളായിട്ടിരിക്കണം. പൊതുവെ അറ്റ്മോസ്ഫിയർ ഹോട്ടാണ്, അപ്പോൾ ബോഡിയും ഹോട്ടാക്കാതെ കൂളായിട്ടിരിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ ബാത്തൊക്കെ എടുക്കുമ്പോൾ മാക്സിമം കോൾഡ് വാട്ടറിൽ ബാത്ത് എടുക്കാൻ ശ്രമിക്കുക. അതായത് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ഇഷ്യൂസ് ഉള്ളവർ, അതായത് ഓൾഡ് ഏജ് പീപ്പിൾസിനൊക്കെ നമ്മളത് ആപ്ലിക്കബിൾ അല്ല. അവർക്ക് അവരുടെ ഹെൽത്ത് സിറ്റുവേഷൻ അനുസരിച്ച് അത് ഫോളോ ചെയ്യും. പിന്നെ ഈ ഒരു സീസണിൽ മാക്സിമം നമ്മൾ എക്സസൈസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കണം. അതായത് ഹെവി വർക്കൗട്ട്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിങ്, എക്സസീവ് ആയിട്ടുള്ള പവർ ബോഡിക്ക് കൊടുത്താൽ ഓൾറെഡി ബോഡിയിലുള്ള ഒരു സ്ട്രെങ്ത് കുറവാണ് ഈ ഒരു സീസണിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് എക്സേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി വീക്കാവും. ആൽക്കഹോളിനെ പറ്റി പറയുമ്പോൾ ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറയുന്ന ഒരു സീസണാണ് ഗ്രീഷ്മ ഋതു. അതായത് ഓൾറെഡി അത് ഹോട്ടാണ്, അപ്പോൾ ബോഡിയിലേക്ക് ഈ ഹോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ബോഡി ഷ്രിങ്ക് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ആയുർവേദം അനുശാസിക്കുന്നത് ഡേ സ്ലീപ്പ് അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്ന് പറയുന്നത് പാടില്ല എന്നാണ്. പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം ഇൻ കേസ് നമുക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ പകൽ ഉറക്കം കുഴപ്പമില്ല എന്ന ആചാര്യൻ തന്നെ പറയുന്ന ഒരു സീസണാണ് ഗ്രീഷ്മ ഋതു. പിന്നെ ഈ ഒരു സീസണിൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ കോക്കനട്ട് വാട്ടർ ഫുഡ്സിൽ വരുമ്പോഴേക്കും മെയിനായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉഴുന്ന്, അതുപോലെ മുതിര, എള്ള്, പിന്നെ അമരയ്ക്ക വെജിറ്റബിൾ അറിയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പൊതുവെ ഹോട്ടാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ടേസ്റ്റിനെ പറ്റി പറയുമ്പോൾ നല്ല പുളിയും ഉപ്പും അതുപോലെ എരിവുള്ള ഫുഡ്സ് കഴിവതും ഈ ഒരു സീസണിൽ ഒഴിവാക്കുക. മധുരം, അതുപോലെ കഷായം, അതുപോലെ തിക്തരസമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു സീസൺസിൽ വരുന്ന ഡിസീസുകളും ഡൈജസ്റ്റീവായിട്ട് വരുന്ന കംപ്ലയിൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കും. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യുക. മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. താങ്ക് യു.